എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ബാഡായി തോന്നിയൊരു ദിവസം ഞാൻ എൻ്റെ ജേണൽ ബുക്കിൽ ദ മൂഞ്ചിയ ഡേ എന്ന് ഹെഡിങ് എഴുതിയ ദിവസം ഞങ്ങൾക്കൊരു ചെറിയ സ്റ്റോറി പറഞ്ഞുതരാം. ഞാൻ എൻ്റെ +2 ഒക്കെ കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് ജോയിൻ ചെയ്ത്. അങ്ങനെ ഹയർ എഡ്യൂക്കേഷന് ജോയിൻ ചെയ്ത് ഞങ്ങളെ ക്ലാസ് ഏകദേശം ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ആവാനായി. അതായത് ഫസ്റ്റ് സെം ഒരു എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സബ്ജക്റ്റ് എടുക്കാൻ ഒരു ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു. ആ സബ്ജക്റ്റത്തെ സംഭവങ്ങൾ, അതായത് നമുക്ക് ക്ലാസ് കഴിഞ്ഞ് ഏകദേശം പോർഷൻസ് കംപ്ലീറ്റ് ആയ സംഭവങ്ങൾ ഒരു റിവിഷൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സെമിനാർ എന്ന നിലയ്ക്ക് ഓരോ സ്റ്റുഡൻസും ഓരോ ടോപ്പിക്സ് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു, അതായത് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനാണെങ്കിൽ ടീച്ചർ ഞങ്ങൾക്ക് തന്ന ടൈം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ആകെ ഒറ്റ ദിവസമായിരുന്നു. അതായത് ഇന്നാണ് ഞങ്ങളോട് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ക്ലാസ് എടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റുഡൻസിനും ഓരോരോ പോർഷൻസൊക്കെ ഞങ്ങൾക്ക് ടീച്ചർ ഡിവൈഡ് ചെയ്ത് തന്നു. അപ്പോൾ പിന്നെ ഞാനാണെങ്കിലോ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ ഞാൻ അതിനെ ഇഗ്നോർ ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റക്കല്ലല്ലോ ടാസ്ക് തന്നിരിക്കുന്നത്, എല്ലാവർക്കും ഉണ്ട് ടാസ്ക്. ഈ ക്ലാസ്സിലെ സ്റ്റുഡൻസിനും ടീച്ചറുടെ ടാസ്ക് തന്നിരിക്കണം. അപ്പോൾ ഓലൊക്കെ എന്താ ചെയ്യണത് അതൊക്കെ നോക്കിയിട്ട് എനിക്കും അത് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഓലത് കോപ്പി അടിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയാണ്ട് ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. കാരണം ബോയ്സ്, നമ്മൾ ആണുങ്ങൾ എന്ന് പറയുന്നത് ക്ലാസ്സിൽ എക്സാമിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ പോലും നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് സെമിനാർ, അസൈൻമെൻറ്റ് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല നോർമലി. അങ്ങനെ നോർമലി പിറ്റേന്ന് രാവിലെ ബെല്ലടിച്ച് ഞങ്ങൾ ക്ലാസ്സിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, സാധാരണ പോലെ ഇരിക്കുന്ന സമയത്താണ് ഈ ടീച്ചർ കയറി വരുന്നത്. സാധാരണ ഈ ടീച്ചർ ഫസ്റ്റ് പീരീഡ് ടീച്ചർക്ക് ക്ലാസ് ഇല്ല, അതായത് നോർമലായിട്ട് ടീച്ചർക്ക് ഈ ഫസ്റ്റ് പീരീഡ് ക്ലാസ് ഇല്ല. പക്ഷെ അന്ന് ടീച്ചർ ഫസ്റ്റ് പീരീഡിനെ കയറി വന്ന് എന്നിട്ട് അറ്റൻഡൻസ് എടുത്താണ്ട് എന്നിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അതിലാണെങ്കിലോ ഫസ്റ്റ് തന്നെ വിളിച്ച പേര് എന്ന് പറയുന്നത് എൻ്റെ ആയിരുന്നു. മുബഷിർ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആകെ സ്റ്റക്കായി പോയി. കാരണം എനിക്ക് തന്ന പോർഷൻസ്, എനിക്ക് ടീച്ചർ തന്ന ആ ഒരു പോർഷന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോലും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും എന്താ ചെയ്യണത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടല്ലോ ടാസ്ക്, പോലൊക്കെ എന്താ പറയണത് അതൊക്കെ നോക്കിയിട്ട് പറയാം, ആ ഒരു കോപ്പി അടിച്ചിട്ട് പറയാമെന്ന് കരുതി നിന്നു. ബട്ട് റിയാലിറ്റി ഫുൾ എനിക്കെതിരായിരുന്നു. ഞാൻ ഇന്നെ ഫസ്റ്റ് വിളിച്ചെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവമൊന്നും ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, അപ്പോൾ 2-3 ആൾക്കാരതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ടീച്ചർ എനിക്ക് അവിടെ വേറൊരു ഓപ്ഷൻ തന്നില്ല, ഈ എന്നെ ഫസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു നിവൃത്തികേട് കൊണ്ട് ഞാൻ ക്ലാസ് എടുക്കാൻ ബാധ്യസ്ഥനായല്ലോ. അങ്ങനെ എല്ലാവരും മുന്നിലും ഇങ്ങനെ പോയി, ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസ് ടീച്ചറോടെ ഇരിക്കുന്നുണ്ട്, സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുന്നിലും ഞാൻ അങ്ങനെ പോയി കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ വെല്ലെ എനിക്ക് തന്ന ആ ഒരു പോർഷൻസ് ജസ്റ്റ് ഇങ്ങനെ വായിക്കലെടുത്തി, ബുക്കിൽ നോക്കി വായിക്കലെടുത്തി. കാരണം ഞാൻ പ്രിപ്പയർ ആയിട്ടില്ലല്ലോ. ബുക്കിലിങ്ങനെ നോക്കി വായിക്കലെടുത്തി. എനിക്ക് തോന്നുന്നൊരു വിത്തിൻ 20 അല്ലെങ്കിൽ ഒരു 20-25 സെക്കൻഡ് കൊണ്ട് തന്നെ എൻ്റെ മുട്ടുകളിങ്ങനെ വിറക്കലെടുത്തി. ഞാൻ പതിയെ അങ്ങനെ ഞാൻ പറയണതിൽ പഠിച്ചാൻ തുടങ്ങി. ഞാൻ വിയർക്കലെടുത്തി. ആൻറ്റി ഞാൻ ഇങ്ങനെ തല താത്തി കുറച്ച് നേരം നിന്ന് ആ സംഭവം ഇങ്ങനെ ബുക്ക് ഇങ്ങനെ നോക്കി നിന്നു. കാരണം എനിക്ക് തല ഉയർത്താൻ പോലും വയ്ക്കാതായി. അങ്ങനെ സ്റ്റക്കായി കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ടീച്ചർക്ക് മനസ്സിലായി ഇവനെ കൊണ്ട് കഴിയൂലാന്ന്. ടീച്ചർ എന്നോട് പോയിരിക്കാൻ പറഞ്ഞു. അന്ന ദിവസം പോയിട്ട് ഞാൻ എൻ്റെ ജേണൽ ബുക്കിൽ, ഞാനൊരു നോർമലായിട്ട് എനിക്ക് ജേണൽ എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ആ റുട്ടീൻ ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഗ്രേറ്റ്ഫുള്ളായ സംഭവം, അന്നത്തെ ദിവസം ഗ്രേറ്റ്ഫുള്ളായ സംഭവം, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഹേർട്ടാക്കിയ സംഭവം, എന്ത് സംഭവത്തിൽ ഞാനതിൽ ഒരു ജേണൽ ബുക്കിൽ എഴുതലുണ്ട്. അന്നത്തെ ജേണൽ ബുക്കിൽ ഞാൻ പോയിങ്ങാണ്ട് ദ മൂഞ്ചിയ ഡേ എന്ന് ഹെഡിങ് എഴുതിയാണ്ട് ഞാൻ എഴുതലെടുത്തി. അതിൻ്റെ അടിക്ക് എഴുതലെടുത്തി, വൈ ഐ ക്യാൻറ്റ് സ്പീക്ക് കോൺഫിഡൻ്റ്ലി, വൈ ഐ ക്യാൻറ്റ് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. എനിക്ക് 19 വയസ്സായി. ഞാൻ ഇപ്പോഴും ഹയർ എഡ്യൂക്കേഷനാണ് പഠിക്കണത്. ഞാൻ സ്കൂൾ പോകലെടുത്ത് 10-12 കൊല്ലമായി. എന്നിട്ട് ഇപ്പോഴും എനിക്ക് ഒരാളുടെ മുന്നിൽ പോയിങ്ങാണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ വയ്ക്കൂലേന്ന് ഞാൻ ഇന്നോട് തന്നെ എഴുതിയാണ്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമല്ല, അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, വിത്തിൻ 6 മന്ത്സ്, അടുത്ത 6 മാസം കൊണ്ട് ഞാൻ ഈ സംഭവം പഠിച്ചെടുക്കും. ഒരാളെ മുന്നിൽ പോയിങ്ങാണ്ട് ഞാൻ കോൺഫിഡൻസോട് കൂടി സംസാരിക്കുന്നു, ആ ഒരു ഈഗോൻ്റെ പുറത്ത് ഞാൻ ആ സംഭവങ്ങളെ പഠിച്ചെടുത്തി. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് പബ്ലിക്കിൽ സ്പീക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം, ആ ഒരു ഫിയർ, ആ ഒരു മടി, ഇതൊക്കെ മാറ്റിയെടുക്കാമെന്ന്. സോ ഇപ്പോഴാണെങ്കിലോ ഒരാളെ മുന്നിൽ പോയി എന്നല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മുന്നിൽ പോയി കണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. ഞാനത് ചെയ്തിട്ട് എനിക്കത് ഏകദേശം ഒരു 1 ഇയറൊക്കെ ആയി തോന്നുന്നു. 6 മാസം ഞാൻ ചെയ്തെടുത്തിക്കണ്. ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയറൊക്കെ ആയി കഴിഞ്ഞിട്ട്. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റേജിൽ പോയി കണ്ട് ഒരു തെറ്റുമില്ലാതെ ഞാൻ നല്ലോണം സംസാരിക്കുന്നല്ല. ബട്ട് നമ്മളൊരാളെ ആ ഒരു പബ്ലിക് സ്പീക്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകണ ആ ഒരു പേടി, ആ ഒരു മടി, ആ സംഭവങ്ങളൊക്കെ എത്രയോ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. സോ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവിടെ ഈ സംഭവം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്ത 3 സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് സംഭവമാണ് ഐ സ്റ്റാർട്ടഡ് ഇംപ്രൂവിങ് മൈ ലുക്സ്. അതുവരെ ഞാനെന്ന് പറയുന്നത് നമ്മളെ ഡ്രസ്സിങ്ങിലോ നമ്മളെ ലൈഫ് സ്റ്റൈലിലോ അല്ലെങ്കിൽ നമ്മളെ എക്സ്റ്റേണായിട്ടുള്ള ബോഡിയിലോ ഒന്നും അധികം കെയർ ഒന്നും ചെയ്യാതെ, ഗ്രൂമൊന്നും ചെയ്യാതെ, ഫുൾ അങ്ങനെ നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബോയ് ആയിരുന്നു.
പിന്നെയാണ് ഞാൻ ഈ സംഭവത്തിൽ, അതായത് എൻ്റെ കോൺഫിഡൻസിൽ എൻ്റെ എക്സ്റ്റേണലുള്ള കുറേ സംഭവങ്ങൾ എൻ്റെ കോൺഫിഡൻസ് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അതിൽ ഞാൻ ഫസ്റ്റ് ചെയ്ത സംഭവമാണ് റെഗുലറായിട്ട് ഹെയർ കട്ടിങ് തുടങ്ങി. അതായത് മാസത്തിൽ 2 തവണ, ഒരു 15-ാം തീയതി ഒരു 30-ാം തീയതി റെഗുലറായിട്ട് ഹെയർ കട്ട് ചെയ്യുക, മുടി വെട്ടുക. അപ്പോൾ എന്താ ആ ഒരു ക്ലീൻനെസ് നമ്മളെന്തെങ്കിലും ഹെയർ കണ്ടീഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂമിങ്ങിൽ എന്താവും നമ്മൾ ബെറ്റർ ആവും. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഞാൻ ലുക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്ത സംഭവമാണ് ഈ പല്ലിൻ്റെ ഈ കളർ ഞാൻ ചേഞ്ച് ആക്കി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏജ് ആകുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പത്തിലൊരു പല്ല് വരും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജനിച്ച് കഴിഞ്ഞാൽ. പിന്നെ കുറച്ചൊരു ഏജ് എത്തിക്കഴിഞ്ഞാൽ ആ ഏജൊക്കെ ഞാൻ മറന്നു. ആ ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പല്ല് പറഞ്ഞു പോയിട്ട് മിക്ക പല്ലും പറഞ്ഞു പോയിട്ട് നമുക്ക് വേറൊരു പല്ല് വരും, പുതിയൊരു പല്ല് വരും കാലാകാലത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഇവിടെ ഇത് രണ്ടാമതായിട്ട് വന്ന പല്ലുമാരുടെ ഒരു യെല്ലോ ഷെയ്ഡ്, ഒരു ചെറിയൊരു മഞ്ഞ കളർ, ആ ഒരു യെല്ലോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരാളോട് വായ തുറന്ന് ചിരിക്കാനോ ഒക്കെ കഴിയില്ലായിരുന്നു. കാരണം എന്താ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ യെല്ലോ ഷെയ്ഡ് ഓല് കാണുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ എനിക്ക് ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു മടി എനിക്ക് വരുമെന്ന് മനസ്സിലായതുകൊണ്ട് എൻ്റെ ബ്രെയിൻ തന്നെ എന്നോട് പറയും അധികം സംസാരിക്കരുത്, അധികം ചിരിക്കരുത് എന്നൊക്കെ. നിങ്ങൾക്കൊക്കെ എന്നെ 1 ഇയർ മുന്നേ എൻ്റെ ഏതൊരു ഫോട്ടോ നോക്കി കഴിഞ്ഞാലും ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ വയ്ക്കില്ല. ഫുള്ള് ഞാൻ ചുണ്ടൊക്കെ പൂട്ടി അങ്ങനത്തെ ഒരു ചെറിയ ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. സോ ഞാൻ ഈ സംഭവം മനസ്സിലാക്കി. അതായത് എനിക്ക് ഇന്നൊരു പരിചയമില്ലാത്ത ഒരാളോട് എനിക്ക് ഒരിക്കലും സംസാരിക്കാൻ വയ്ക്കില്ലായിരുന്നു. കാരണം ആൾക്കിത് അറിയില്ല. അപ്പോൾ ആളിനോട് ഇതിനെക്കുറിച്ച് എന്തായാലും ചോദിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് ഒരാളോട് ചിരിക്കുക അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമെന്ന് ഞാൻ ചെയ്യില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവമാണിത്. ഞാൻ എൻ്റെ പാരൻസിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഭവം ഫിക്സ് ചെയ്തു. സോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും ഇതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയണമെന്ന്. ഞാൻ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കണം ഏതൊരു സംഭവം. അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ മുന്നിൽ പോയി കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഫിയറിലോട്ട് വായിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോൺഫിഡൻസിനെ ഇല്ലാതാക്കണം ഏതൊരു സംഭവം നമ്മളെ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ദം. മൂന്നാമതായിട്ട് ഞാൻ അതിൻ്റെ ലുക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത സംഭവമാണ് ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യലെടുത്തി. ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് മിന്നിക്കത്ര വാച്ച് അല്ലെങ്കിൽ തിളങ്ങുന്ന ഷൂവ് അല്ലെങ്കിൽ ബാഗ് ജീൻസ് അങ്ങനത്തെ സംഭവങ്ങളല്ല. ജസ്റ്റ് നമ്മളെ ബ്രെയിൻ തന്നെ തോന്നണം നമ്മൾ ഇട്ടേക്കണത് നല്ലൊരു ഡ്രസ്സാണ്. നമ്മൾ ഒരാളെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമ്മൾ ബ്രെയിൻ തന്നെ തോന്നണം. അല്ല മറ്റുള്ള ആൾക്കാരെ കാണിച്ചാൽ വേണ്ടിയിട്ട് മാത്രമല്ല, ജസ്റ്റ് ഒരു ഫോർമലായിട്ട് നമുക്കൊരു നാച്ചുറായിട്ട്. ഞാൻ പറയല്ലോ, നമ്മളെ ഇപ്പോൾ സൈക്കോളജി പരമായിട്ട് എന്നിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റഡീസ് പറയുന്നുണ്ട് നമ്മളെ 70% കോൺഫിഡൻസും അതായത് നമുക്കൊരു അറിയാത്ത ഒരാളെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മളെ 70% കോൺഫിഡൻസും വരുന്നത്. അപ്പോൾ സംസാരിക്കാനായാലും ചിരിക്കാനായാലും എന്തിനായാലും ആ ഒരു 70% കോൺഫിഡൻസും വരുന്നത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കണ ഡ്രസ്സുമ്മലാണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴല്ല, അതിൻ്റെ മുന്നത്തെ സംഭവങ്ങളാണ്. സോ അപ്പം എന്ത് ചെയ്തു, അത് ഞാൻ ഈ ഡ്രസ്സിങ്ങിൽ കുറച്ചൊക്കെ നമ്മൾ നീറ്റായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ട് നമ്മൾ ബ്രെയിൻ തന്നെ തോന്നണം. ഞാൻ പറഞ്ഞ മാതിരി നമ്മളൊരു ഗുഡായിട്ടുള്ള ഡ്രസ്സ് തട്ടണമെങ്കിൽ നമ്മൾ ബ്രെയിൻ തന്നെ തോന്നുന്ന രൂപത്തിലുള്ള ഒരു ജസ്റ്റ് ഒരു ഫോർമലായിട്ടുള്ള സംഭവങ്ങളും ധരിക്കാൻ തുടങ്ങി. ഇതാണ് ഞാൻ ഫസ്റ്റ് ഫിക്സ് ചെയ്ത സംഭവം. അതായത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കോൺഫിഡൻസിന് ഇല്ലാതാക്കണേ ഈ ഒരു സംഭവങ്ങൾ. ഞാൻ പറഞ്ഞ മാതിരി ഹെയർ കട്ടിങ്, ഈ ടീത്തിലുള്ള ഈ കളറ്, അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിങ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഫേസിലൊക്കെ എന്തെങ്കിലും ആക്നിയ സംഭവങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഫിക്സ് ചെയ്യുക. അതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളെ കോൺഫിഡൻസിന് വലിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇടാതെ ഒരാൾ മുന്നിൽ പോയി നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം കോൺഫിഡൻസ് നമുക്ക് വരുമെന്ന്. അപ്പോൾ ഞാൻ ഈ രണ്ടാമതായിട്ട് ഞാൻ ചെയ്തു വന്നൊരു സംഭവമായിരുന്നു നമ്മുടെ കോൺഫിഡൻസിനെ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ ഞാൻ ചെയ്തു വന്നൊരു സംഭവമായിരുന്നു നെവർ മിസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മളിപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിക്ക് പറഞ്ഞാൽ തീരെ ഇല്ലാത്തൊരു സംഭവമാണ്. അതായത് നമ്മൾ എന്തൊരു ചെറിയ സംഭവം ചെയ്യാൻ പറഞ്ഞാലും ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാലും ഞാനൊന്ന് ചോദിച്ചു ഞാനത് ചെയ്യില്ല. അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പോയി കണ്ട് ചെറിയൊരു സംസാരിക്കാനോ അല്ലെങ്കിൽ 10 ആൾക്കാരുടെ മുന്നിൽ പോയി കണ്ട് എന്തെങ്കിലും സംഭവം പ്രസൻറ്റ് ചെയ്യാനോ എന്തിന് പറഞ്ഞാലും ഞാനോ ചോദിച്ചു. അല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ച് നമ്മൾ പേടി പിടിച്ച് നമ്മൾ ബാക്കിൽ നിൽക്കും. ഞങ്ങൾക്കൊരു ഹാർഷ് ട്രൂത്ത് പറഞ്ഞുതരാം. നമ്മളെക്കുറിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മൾ എന്താണോ പറയണത് അതായി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബ്രെയിൻ അതായിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ബ്രെയിൻ അത് വിശ്വസിക്കും. നമ്മളെക്കുറിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മൾ എന്താണോ പറയണത്, അപ്പോൾ നിങ്ങളോടായാലും നിങ്ങൾ വേറൊരാളോടായാലും നിങ്ങളെക്കുറിച്ച് എന്താണോ പറയണത് അത് നിങ്ങൾ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരാളായി ഇങ്ങനെ മാറും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളിപ്പോൾ മൂപ്പരെ കുറിച്ച് തന്നെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊരാൾ മുന്നിൽ പോയി സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ മൂപ്പരെ കുറിച്ച് മൂപ്പര് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മൂപ്പര് അങ്ങനത്തെ ഒരാളായി മാറും. അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം മൂപ്പർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ സംഭവങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. ആദ്യം നമ്മളെ ബ്രെയിനെ നമ്മൾ റീവയർ ചെയ്യണം. എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ ചെയ്തു തുടങ്ങണം. അതിൽ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യുക, ആ സംഭവങ്ങൾ ചെയ്തു തുടങ്ങുക. അതാണ് പറഞ്ഞത് നെവർ മിസ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടീനോട് സംസാരിക്കാനായാലും അല്ലെങ്കിൽ ഒരു മുതിർന്ന ഒരാളോട് സംസാരിക്കാനായാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡയറക്ഷൻസ് ചോദിച്ചാൽ അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് എവിടെ അല്ലെങ്കിൽ പുതിയൊരു കാണുന്ന ഒരാളോട് സംസാരിച്ച് തുടങ്ങുക, പേര് ചോദിച്ചു തുടങ്ങുക അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു തുടങ്ങുകയാണ് എന്ത് ചെയ്യുക,
ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബെറ്ററാക്കി അങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്ത് വരുമ്പോഴേ ആ ഒരു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസിലില്ല ആ ഒരു ത്വര നമുക്ക് വരുള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസുകൾ കിട്ടണമൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഫസ്റ്റ് ഞാൻ കമ്മ്യൂണിക്കേഷൻ ബെറ്ററാക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്തൊരു സംഭവമായിരുന്നു ലിസൺ മോർ ദാൻ യു സ്പീക്ക്. എല്ലാവർക്കും ഇല്ല ആവശ്യം എന്ന് പറയുന്നത് ഓലെ കേൾക്കാനുള്ള ഒരാളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ടും ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്തേ കാരണം എൻ്റെ സ്റ്റോറീസ്, എൻ്റെ പ്രോബ്ലംസ്, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് ഇതിങ്ങനെ ഓനോട് പറയാം. അപ്പോൾ ഓൻ്റെ ആഗ്രഹം എന്താ, ഓൻ്റെ പ്രശ്നങ്ങൾ, ഓൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എന്നോട് പറയാം. എനിക്കും കേൾക്കാൻ താല്പര്യമില്ല, ഓനക്ക് എന്നെ കേൾക്കാനും താല്പര്യമില്ല, എനിക്ക് ഓനെ കേൾക്കാനും താല്പര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും പറയാൻ താല്പര്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ലിസൺ മോർ ദാൻ യു സ്പീക്ക്. നമുക്ക് ആർക്കും കേൾക്കാൻ താല്പര്യമില്ല, പക്ഷെ നമുക്കൊക്കെ സംസാരിക്കാൻ, നമ്മളെ കാര്യങ്ങളിങ്ങനെ സംസാരിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷേ ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർക്ക് വൺ ഓഫ് ദി മോസ്റ്റ് സ്കില്ലാണ് എന്ത്, ഈ ലിസണിങ് സ്കില്ല് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ട സംഭവമാണ് നമ്മൾ പറയുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഓലെന്താ പറയണത് എന്ന് നമ്മൾ ഓലെ ഭാഗത്ത് നിന്ന് അത് ലിസൺ ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയാലുള്ളൂ നമുക്ക് ഓൽക്ക് വേണ്ട ആൻസർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് നമുക്ക് ഓൽക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഫുള്ളൊരു ചട്ടമൊക്കെ അടിച്ചണ മതി, നമ്മൾ മാത്രം സംസാരിക്കുന്നതിന് മതി. നമ്മൾ ഓപ്പോസിറ്റിലെ ആൾ അല്ലെങ്കിൽ നമ്മൾ ആരോടും കമ്മ്യൂണിക്കേഷൻ ചെയ്യണത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്താണോ പറയണത് അതാദ്യം നമ്മൾ ലിസൺ ചെയ്യാനുള്ളൊരു കാംനെസ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ കാണിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിസൺ ചെയ്യാതെ നമ്മൾ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം നിങ്ങളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പം അതിനെ കൂടുതൽ കെയർ ചെയ്യേണ്ട ഒരാൾ, അയാൾ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്ലൈ തരുന്നുണ്ട്, അയാൾ ഇങ്ങനെ ലിസൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ആളോടൊരു മതിപ്പേക്കാരം. കാരണം എന്താ, ആൾ നമ്മളെ കെയർ ചെയ്യേണ്ടി, ആൾ നമ്മൾ പറയണത് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആളോടൊരു വാല്യൂ തോന്നും. സോ അതാണ് ഞാൻ പറഞ്ഞ മാതിരി നമ്മളെന്ത് ചെയ്യുക, ലിസൺ ചെയ്യുക. കൂടുതൽ സ്പീക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ലിസൺ ചെയ്യാം. സോ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ബെറ്ററാക്കി അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞത്. സോ അപ്പോൾ ഈ വീഡിയോക്ക് അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ച് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലായി അതിൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് റിസൾട്ട് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സീ യു ഇൻ ദി അനദർ വീഡിയോ.